ADGP MR അജിത് കുമാറിനെതിരെ ഈ ഗുരുതരമായ ആരോപണം മുന്നോട്ട് വച്ചത് ഭരണപക്ഷത്തെ MLA കൂടിയായ ഈ വിവാദങ്ങൾക്കെല്ലാം തുടക്കമിട്ട PV Anwar MLA ആണ്. അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തി അത് വലിയ തരത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണവുമായി സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിലെ ഇടനിലക്കാരനായി പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട ഷാജ് കിരൺ വിവാദ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള പരിചയമായിരുന്നില്ല MR അജിത് കുമാർ എന്ന വിജിലൻസ് തലവനുമായി അന്നുണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന സ്ക്രീൻഷോട്ടാണ് നമുക്കതിന് തെളിവായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ഷാജ് കിരണിന്റെ ഫോണിലേക്ക് തുടർച്ചയായി 5 തവണ MR അജിത് കുമാർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ഷാജ് കിരൺ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന നീങ്ങുന്നതിന് പിന്നിൽ സ്വപ്നയുടെ അഡ്വക്കേറ്റുമാരായ ശിവശങ്കറും അതോടൊപ്പം കൃഷ്ണരാജുമാണ് എന്ന് പറയുന്നു. PC ജോർജിനും സരിതയ്ക്കും ഈ വിവാദങ്ങളിൽ പങ്കുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ച് MR അജിത് കുമാർ വീണ്ടും ഷാജ് കിരണ് മെസ്സേജ് അയക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു, സൗഹൃദമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിലും MR അജിത് കുമാർ ഷാജ് കിരണുമായി തനിക്ക് വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നുവെന്ന കാര്യം സമ്മതിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഷാജിനെ പരിചയമുണ്ടായിരുന്നതിനപ്പുറത്തേക്ക് മറ്റ് സൗഹൃദങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം. വാട്സാപ്പ് ചാറ്റുകളിൽ ഈ കേസിനെ കുറിച്ചും സ്വപ്ന സുരേഷിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണോ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്? സ്വാഭാവികമായി കൃത്യമായി ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥന് എന്തിന് ഈ കേസിലേക്ക് ബന്ധപ്പെടാൻ ബോധപൂർവമായ ശ്രമം നടത്തി? ഒന്നെങ്കിൽ കസ്റ്റംസ്, അല്ലെങ്കിൽ പോലീസിലെ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾ. അവരെല്ലാവരും സ്വപ്നയിലേക്കോ സരിത്തിലേക്കോ എത്തുന്നതിന് മുമ്പ് ഷാജ് കിരൺ കൈമാറിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഷാജ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സ്വപ്ന ഇങ്ങനെ മൊഴി കൊടുക്കാൻ പോവുകയാണ് എന്ന വിവരം MR അജിത് കുമാറിനെ അറിയിക്കുന്നു. അപ്പോൾ MR അജിത് കുമാർ സ്വപ്നയെ നിരീക്ഷിക്കണം, ഒബ്സർവ് ചെയ്യണമെന്ന് പറയുന്നു. അതിനു പിന്നാലെ സരിത്തിനെ വീട്ടിലെത്തി ഒരു സംഘം ആളുകൾ ചേർന്ന് പിടിച്ചുകൊണ്ടുപോകുന്നു. ആദ്യഘട്ടത്തിൽ സ്വപ്നയും ഷാജ് കിരണും കരുതിയത് അത് ഗുണ്ടകളാണ് എന്നാണ്. അങ്ങനെ നമ്മളോട് പറയുന്നു. ഉടൻ തന്നെ ഷാജ് കിരൺ MR അജിത് കുമാറിനെ ബന്ധപ്പെട്ട് എന്തിനാണ് ഇങ്ങനെ ഒരാൾ വന്ന് സരിത്തിനെ ഒരു കൂട്ടം ആളുകൾ വന്ന് സരിത്തിനെ പിടിച്ചുകൊണ്ടുപോയി ഒന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നു. അദ്ദേഹം ഒരു ഭാവഭേദങ്ങളും കൂടാതെ അന്വേഷിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. അല്പസമയത്തിനകം പിടിച്ചുകൊണ്ടുപോയത് വിജിലൻസിന്റെ പ്രത്യേക സംഘമായിരുന്നു എന്ന കാര്യം പുറത്തു വരുന്നു. തുടർന്ന് ഷാജ് കിരൺ വീണ്ടും MR അജിത് കുമാറിനെ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു അത് വിജിലൻസ് സംഘമാണ്, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി കസ്റ്റഡിയിലെടുത്തതാണെന്ന്. ഈ കേസിൽ MR അജിത് കുമാർ എന്ന വിജിലൻസ് ഡയറക്ടർക്കുള്ള പ്രത്യേക താല്പര്യമെന്ത്? അതാണ് ഏറ്റവും ദുരൂഹതയുണർത്തുന്ന, സംശയമുണർത്തുന്ന. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ രക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രഹസ്യങ്ങൾ സ്വപ്ന സുരേഷിൽ നിന്ന് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ MR അജിത് കുമാർ നടത്തി എന്നാണല്ലോ. അതായിരുന്നുവല്ലോ സ്വപ്ന സുരേഷിന്റെ ആരോപണവും വന്നത്. ഇപ്പോൾ സ്വപ്ന പറയുന്നുമുണ്ട് ആ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരികയാണെന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണോ MR അജിത് കുമാർ നടത്തിയതെന്നൊക്കെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിശദാംശങ്ങളിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം വിജിലൻസ് തലപ്പത്ത് നിന്ന് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു MR അജിത് കുമാറിനെ മാറ്റി നിർത്തുന്നത്. പക്ഷേ ചുരുങ്ങിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ ഏറ്റവും നിർണായകമായ ഒരു പദവിയിലേക്ക്, ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന പദവിയിലേക്ക് MR അജിത് കുമാർ തിരികെ എത്തുമ്പോൾ സ്വാഭാവികമായി അത് കൃത്യമായ ചില സ്വാധീനങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് അങ്ങനെ ഒരു നിർണായക പദവിയിലേക്ക് ഈ വിവാദങ്ങളിൽ അകപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തിരികെ എത്തുന്നതെന്ന കാര്യം അന്നു മുതൽ തന്നെ പറഞ്ഞു കേട്ടതായിരുന്നു. പക്ഷേ അത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളും തെളിവുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങളുമായി കൂടി നമ്മളതിനെ ചേർത്ത് വായിക്കേണ്ടി വരും. കാരണം SP സുജിത് ദാസിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കാൾ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു PV Anwar MLA ക്രമസമാധാന ചുമതലയുടെ ADGPക്കെതിരെ ഉന്നയിച്ചത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ അത്തരത്തിലുള്ള ഒരു നടപടികളും സ്വീകരിക്കുകയോ തൽക്കാലത്തേക്ക് ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുകയോ പോലും ചെയ്യാതെ SP സുജിത് ദാസിലേക്ക് മാത്രം ഈ നടപടികൾ ഒതുങ്ങിയപ്പോൾ തന്നെ ആരെയോ ഭയക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും തിടുക്കത്തിലൊരു നീക്കം അജിത് കുമാറിനെതിരെ ഉണ്ടായാൽ അജിത് കുമാർ സർക്കാരിനെ വെട്ടിലാക്കുന്ന തരത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടുമോ എന്ന ഒരു ഭയമാണോ ഭീതിയാണോ
ഇത്തരത്തിൽ തിടുക്കത്തിൽ അജിത് കുമാറിനെതിരെ ഒരു നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയാതെ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ശരിയാണ് ഡാൻ. എന്തായാലും എം.ആർ. അജിത് കുമാറിനെ എന്തിന് ഇപ്പോഴും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നതിനിടെയാണ് മുൻപത്തെ ആ സ്വർണ്ണക്കടത്ത് കേസിലെ എം.ആർ. അജിത് കുമാറിന്റെ ഇടപെടലുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ഇടനിലക്കാരനായിരുന്ന ഷാജ് കിരൺ, മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്ന ഷാജ് കിരണാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. എം.ആർ. അജിത് കുമാറുമായി സംസാരിച്ചതിന്റെ തെളിവുകളും ഷാജ് കിരൺ പുറത്തുവിടുകയാണ്. ഒപ്പം വാട്സ്ആപ്പ് ചാറ്റുകളും അതോടൊപ്പമുണ്ട്. ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടത്.